പ്രസിഡന്റ് ശ്രീമതി ഹരിപ്രിയ, കൗൺസിലർ ശ്രീ ടി വി നിതിൻ, ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീ എത്തിച്ചേർന്നിട്ടില്ല ശ്രീ ഡി രാജ്കുമാർ, ഏറെ പ്രിയയായ ഇവിടെ നമുക്കെല്ലാം മുഖ്യ അതിഥിയായി ഇന്നത്തെ ഈ വലിയ നമ്മുടെ വാർഷികാഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യ അതിഥി ഏറ്റവും പ്രിയങ്കരനായ പിന്നണി ഗായകൻ ശ്രീ വിജേഷ് ഗോപാൽ, എൻഡോമെന്റ് വിതരണോദ്ഘാടനം നടത്തുന്ന ആദരണീയനായ സ്കൂൾ മാനേജർ ശ്രീ കെ ഗണേശൻ, ഇന്ന് അനുമോദനത്തിന് അർഹയായ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായ ആദിത് കൃഷ്ണ, സി കെ അവന്തിക, വിഘ്നേഷ് പി ജെ, സ്വാഗതം ആശംസിച്ച ടീച്ചർ ഹേമലത, മാതൃസംഗമം കൺവീനർ തെൻസി ഹാരിസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ശ്രീ ഗോപകുമാർ, ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചില്ലേ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സീനിയർ ടീച്ചർ വിനോദ് കലാമംഗലം, സ്കൂൾ ലീഡർ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി ഉൾപ്പെടെയുള്ള അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷാകർത്താക്കളെ, റിട്ടയർഡ് അധ്യാപകരെ, ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സമൂഹം ഹൈസ്കൂളിന്റെ 72ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ സംഗമവും ഒരുമിച്ച് സംയുക്തമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഈ വർഷക്കാലം നിരവധി പ്രതിഭകളെ സമൂഹത്തിന് കാഴ്ചവെച്ച ഒരു സ്കൂൾ തന്നെയാണ് സമൂഹ ഹൈസ്കൂൾ. ഇവിടെ ഞാൻ സ്കൂൾ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ പഴയ കാലങ്ങളിൽ നിന്ന് കുട്ടികളുടെ സ്ട്രെങ്ത് കുറച്ച് കുറവുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പക്ഷെ അത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പഴയ കാലങ്ങളിലേക്ക്, ആ പ്രതാപത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ, ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി രക്ഷാകർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട് അധ്യാപകരും അവരെ നമ്മുടെ സ്കൂളിനെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുന്നതിൽ എല്ലാവരെയും ഞാൻ ഈ സ്കൂളിലെ അംഗങ്ങൾ, അതേപോലെ തന്നെ സ്കൂളിലെ മാനേജർ ഉൾപ്പെടെയുള്ള അധ്യാപകർ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പറയാം, ഇവിടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 3 കൊച്ചുമക്കളെ ആദരിക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ പലപ്പോഴും അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ ചിലപ്പോൾ വിമുഖത കാണിക്കും. കാരണം ചില കുട്ടികൾ മുന്നോട്ട് വരും, നമ്മുടെ കഴിവുകൾ ഞാൻ ഇതിന് ചേരാം, പരിപാടികൾക്കൊക്കെ കലാപരമായും കായികപരമായും ഉള്ള കഴിവുകൾ അത് വികസിപ്പിച്ചെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, അതിലൂടെ നല്ല സംസ്കാരവും നല്ല വ്യക്തിത്വവുമാണ് കുട്ടികളിലേക്ക് വളർത്തിയെടുക്കേണ്ടത്. അതേപോലെ തന്നെ സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കഴിയണം. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത, കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഓരോ അച്ഛനമ്മമാരും പ്രതീക്ഷയ്ക്കൊത്ത് അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതോടൊപ്പം അധ്യാപകര്, കാരണം എപ്പോഴും ബാക്കിയുള്ള മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ ചെന്നാലും അവരുടെ ശിഷ്യഗണങ്ങൾ ഉണ്ടാകും. ഏത് മേഖലയിലും പലപ്പോഴും അത് അധ്യാപകർക്ക് മാത്രമായി കിട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് അധ്യാപകരും എപ്പോഴും അധ്യാപകർ ആഗ്രഹിക്കുന്നത് തന്നെയും ഉയർന്നു വരുന്നത് തന്നെ വിദ്യാർത്ഥികൾ, തന്റെ സ്കൂളിലെ കുട്ടികളെല്ലാവരും അധ്യാപകരെയും ഉയർന്ന തലത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാഗം അധ്യാപകർ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും ചിലപ്പോൾ കാണും, പക്ഷെ അതൊന്നും ഇല്ലാത്തത് അധ്യാപകരാണ്. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല രീതിയിലേക്ക് വളർന്നു വരാൻ നമ്മുടെ അച്ഛനമ്മമാരും അതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം വിജിലന്റ് ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് പോരുമ്പോൾ
അത് സ്കൂളിൽ എത്തുന്നുണ്ടോ, അതേപോലെ അതല്ലാതെ വേറെ വല്ലയിടത്തും കറങ്ങി തിരിഞ്ഞ് ഒരു കുഞ്ഞും പാഴായി പോകാതെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് അവർ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനെല്ലാവരും അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ വേണം. കുഞ്ഞുങ്ങളാണ്, അവർക്ക് പലതരത്തിലുള്ള, കാരണം പ്രായത്തിൻ്റെതായ പല ചാബല്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അച്ഛനന്മാര് നമുക്കറിയാം, പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1-2 കുട്ടികളെ ഓരോ വീടുകളിലുള്ളൂ. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാത്ത കാര്യങ്ങൾ നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയാൻ അച്ഛനമ്മമാര് ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ പറയണം. കാരണം അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിടിവാശികൾക്ക് നിന്നു കൊടുക്കാതെ, കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും നല്ല പ്രവർത്തിക്കാനും നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി മാറാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെല്ലാവരും എത്രയും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതോടൊപ്പം ഞാൻ പറയുന്ന സ്കൂളിന്റെ എല്ലാ കഴിവുകളും, കാരണം എൻ്റെ മകള് ഇവിടെയാണ് പഠിച്ചിരുന്നത്. ഇന്ന് മകള് സെയിൽസ് ടാക്സില് എറണാകുളത്ത് ഉദ്യോഗസ്ഥയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇൻഫന്റീസിലായിരുന്നു ആദ്യം പഠിച്ചിരുന്നത്. അവൾ പാടും, ഇപ്പോഴും പാടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവിടെ പഠിച്ചോണ്ട് അവിടെ ചേർക്കുമ്പോൾ LKG ചേർക്കുമ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. പിന്നെ അത് CBSE ആക്കി. അപ്പോൾ മത്സരങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിനും പങ്കെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇൻഫന്റീസിനെ ഇവിടേക്ക് മാറ്റുന്നത് തന്നെ സമൂഹത്തിലേക്ക്. കുറെ ദൂരമുണ്ട്, എല്ലാവരും പറഞ്ഞു ഇവിടെ ഇത്രയും ദൂരമുണ്ട്, ഇനി പിന്നെ ഇൻഫന്റീസിന് മാറ്റണം, ഇവിടെ ചേർക്കണ്ട എന്ന് വരെ പറഞ്ഞു. പക്ഷെ എന്തോ എനിക്ക് അന്ന് അങ്ങനെ തോന്നി, ഇവിടെ തന്നെ പഠിപ്പിക്കണം എന്ന് തോന്നി. പക്ഷെ അത് എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം അതിലൂടെ ഒരു ലാംഗ്വേജും കൂടെ എൻ്റെ മകൾ പഠിച്ചു എന്നുള്ളതാണ്. ഏറ്റവും നന്നായി തമിഴ് സംസാരിക്കുമായിരുന്നു. അവരുടെ മോളുടെ ഫ്രണ്ട്സ് എല്ലാം ബ്രാഹ്മിൻസ് കുട്ടികളായിരുന്നു. അപ്പോൾ അങ്ങനെ തമിഴ് കൂടി നന്നായി സംസാരിക്കും. അപ്പൊ ഇംഗ്ലീഷും മലയാളം അത്യാവശ്യം ഹിന്ദി സംസാരിക്കും. അതോടൊപ്പം നന്നായി തമിഴും ഇപ്പോഴല്ല, പഠിക്കുന്ന കാലത്തെ സംസാരിക്കും. പക്ഷെ ഇന്ന് അവളുടെ ജോലി സംബന്ധമായിട്ട് തമിഴ് ഏറ്റവും വലിയ ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് ഞാൻ സ്കൂളിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ആ ഒരു ക്രെഡിറ്റ് ആണ് അതെനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്റെ മകളും പറയും, ഇവിടെ പാർവതി ടീച്ചർ, വസന്തലക്ഷ്മി ടീച്ചർ, അങ്ങനെ അന്നുള്ള എല്ലാ ടീച്ചർമാരെയും. കാരണം ഇംഗ്ലീഷ് ഏറ്റവും ഇഷ്ടമായിരുന്നു. പാർവതി ടീച്ചർ അത്രയ്ക്ക് പെറ്റായിരുന്നു ടീച്ചറിന്റെ. അപ്പൊ അങ്ങനെ അത് ഞങ്ങളിപ്പോ സെയിൽസ് ടാക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡ് വർക്കൊക്കെ പോകുമ്പോൾ എല്ലാം നോർത്ത് ഇന്ത്യൻസും ഒക്കെയാണ്. കുറെ പേര് തമിഴ് പറയും. അപ്പൊ പലരും ചോദിക്കുന്നു, പറഞ്ഞു തമിഴ് എങ്ങനെ പഠിച്ചു എന്നൊക്കെ ഉള്ളത് മോളോട് ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ കുട്ടികള് നമ്മൾ പഠിക്കാനായിട്ട്, ഒരു ലാംഗ്വേജ് കൂടെ നമ്മൾ പഠിക്കാനായിട്ട് നമ്മളും മാനസികമായിട്ട് അതിന് തയ്യാറാകണം. അതേപോലെ തന്നെ കലാപരമായി കായികപരമായി ഉള്ള കഴിവുകളുണ്ട്. അതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ അധ്യാപകര് ഏറ്റവും മുന്നിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതെല്ലാം എനിക്ക് വ്യക്തമായിട്ട്, കാരണം അതെല്ലാം അനുഭവത്തിൽ കൂടെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ കൗൺസിലും കൂടെ ഉണ്ട്. വൈകിയ വേളയിൽ കൂടുതലായിട്ട് ഒന്നിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്കറിയാം, വിവര സാങ്കേതിക വിദ്യ എല്ലാം ഒരുപാട് ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. പക്ഷെ അതിന്റെ ഗുണങ്ങൾ മാത്രം, നല്ല വശങ്ങൾ എടുത്തുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നിപ്പോൾ ആർക്കും സംസാരിക്കാൻ സമയമില്ല. കുടുംബങ്ങളിലാണെങ്കിലും ആ ഒരുമിച്ച് കൂടി കുറച്ച് നേരം ഇരുന്ന് സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ പോലും ആർക്കും സമയമില്ല. എല്ലാവരും ഫോണും ലാപ്ടോപ്പും ടാബും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. നമുക്ക് ഏതൊരു വീട്ടിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു സോഫയുടെ അറ്റത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്ന് എല്ലാവരും ഫോണില് വാട്സപ്പോ മറ്റേ ഫേസ്ബുക്കോ എന്ന് വേണ്ട എല്ലാ ആപ്പുകളും ഉണ്ട്. എല്ലാത്തിലും ഇത് തോണ്ടിക്കൊണ്ടേയിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോ 2 നിലയോളം വീടാണെങ്കിൽ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഫോൺ ചെയ്യുന്ന ഒരു പ്രവണത കുട്ടികളാണെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനും അമ്മോടും പറഞ്ഞു. അപ്പൊ അങ്ങനെ ചുരുങ്ങി എല്ലാം ഈ ഫോണിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുക. കാരണം സൗഹൃദങ്ങളില്ല, സംഭാഷണങ്ങളില്ല, അതിനൊന്നും സമയമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കും മാറിയിരിക്കുക. അതൊന്നുമല്ലാതെ നമ്മൾ കുട്ടികളാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അച്ഛനമ്മയെ സാധ്യമാക്കി തരുമ്പോൾ നമുക്കറിയാം, ഒരേപോലെ എല്ലാ സാമ്പത്തിക തട്ട് എല്ലാ അച്ഛനമ്മമാരുടെയും. അപ്പോൾ ആ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിലാണ് ഓരോരുത്തരും വളർന്നു വരുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ അച്ഛനും അമ്മയും നിറവേറ്റി തരുമ്പോൾ എവിടെ നിന്നുണ്ട് അച്ഛന് പൈസ, അല്ലെങ്കിൽ കയ്യിൽ പൈസ എവിടെ നിന്നുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞു തന്നെ വേണം. എന്നാലേ നമുക്കറിയുള്ളൂ അച്ഛനും അമ്മയും എത്ര ബുദ്ധിമുട്ടിയാണ് നിങ്ങൾക്ക് ഓരോ കാര്യവും സാധ്യമാക്കി തരുന്നത് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞു വളരണം. അതോടൊപ്പം നമുക്കറിയാം, ഈ കാലഘട്ടം എല്ലാവരും പഠിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എത്ര വലിയ പോസ്റ്റിലിരുന്നാലും പ്രായമായ അച്ഛനമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നിങ്ങളിൽ നിക്ഷിപ്തമാണ്.
നിങ്ങളുടെ ഭാവി ഇല്ലാതാക്കണമെന്നല്ല, വിദേശങ്ങളിൽ പോയാലും നമ്മുടെ അച്ഛനും അമ്മയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവരുടെ വീട്ടില്, നമ്മുടെ വീട്ടില് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കുക, വൃദ്ധസദനത്തിലേക്ക് അവരെ തള്ളിവിടാതിരിക്കുക. അപ്പൊ അത് നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നാളെ നമ്മളും പ്രായമാകും. കാരണം അതേപോലെ അച്ഛനും അമ്മയാണ് കുട്ടികളുടെയൊക്കെ മാതൃക. നല്ലത് കാണാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലത് ചിന്തിക്കാനും അവരെ പ്രാപ്തരാക്കാം ഏറ്റവും. അതേപോലെ പ്രതിസന്ധികൾ വരും, അത് തരണം ചെയ്യാൻ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കേണ്ടത്. കാരണം എന്തെങ്കിലും ചെറിയൊരു വിഷമം വന്നാൽ അവരെ മനസ്സ് ഡൗണായി പോകാതെ, തളർന്നു പോകാതെ അവരെ അത് ഫേസ് ചെയ്യാനായിട്ടും കൂടെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്വം അച്ഛനമ്മമാരിൽ നിക്ഷിപ്തമാണ്. അതിന് പ്രാപ്തരാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ സ്കൂളിന്റെ പേരും പെരുമയും ഉയർത്തുന്ന തരത്തിൽ കുഞ്ഞുങ്ങളെല്ലാം സമൂഹത്തിൽ മാതൃകയാക്കി നല്ല ഉയർന്ന തലങ്ങളിലേക്ക് എത്തട്ടെ. നമുക്കറിയാം, ഇവിടെ നല്ല പിന്നണി ഗായകൻ, അദ്ദേഹവും ഏറ്റവും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്കെല്ലാം ഏറ്റവും നമ്മുടെ പറവൂരിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് കൊടുപ്പള്ളിയിലാണ് സ്വദേശം. അപ്പോൾ അദ്ദേഹത്തെയും ഏറ്റവും കൂടുതലായിട്ട് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു.